എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ പിക്കിൾ, ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ഒരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങ അച്ചാർ. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഗ്രീഡിയൻസും ഒക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു പിക്കിളാണ് ഇത്. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കാം. ഒരു ദിവസം ഒന്ന് വെച്ചിരുന്നിട്ട് കഴിക്കണമായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അതിൻ്റെ നാരങ്ങയുടെ പുറത്തെ തൊണ്ടൊക്കെ നല്ലതുപോലെ കുക്കാവും. കാരണം നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്, എണ്ണയിൽ വാട്ടിയല്ല, ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് അച്ചാറുണ്ടാക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് വരും. ആ തൊലിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും. പെട്ടെന്ന് തന്നെ കഴിക്കാം. ഒരു ദിവസം ഒന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഉപ്പും എരിവും ഒക്കെ ഇതിലേക്ക്, ഈ നാരങ്ങയിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, ഒന്ന് പുഴുങ്ങിയെടുക്കണം, ആവി കൊള്ളിച്ചെടുക്കണം. എന്നിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. വരും. ഇവിടെ ഞാൻ ചെറുനാരങ്ങ 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരുവിധം വലിയ ചെറുനാരങ്ങയാണ് ഇത്. 3-4 വട്ടം കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. അച്ചാറുണ്ടാക്കാനാണ്. ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് ഏറ്റവും അടിയിലത്തെ തട്ട് അല്ലെങ്കിൽ അപ്പത്തട്ട് വെച്ചാലും മതി, ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കണം. നമ്മുടെ ചെറുനാരങ്ങയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിക്കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കണം. നാരങ്ങ നമ്മൾ വെന്തു നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഞാനിത് ഓരോന്നും 4ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ വെന്ത് വന്നുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമുണ്ട്. നാരങ്ങ മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓരോ നാരങ്ങയും 4ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 4-5 ചുള വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇഞ്ചി കട്ട് ചെയ്തെടുക്കാം. ഇതും വളരെ നേരിയതായിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇവിടെ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. മതിയാവും. ഇനി നമുക്ക് ഇത് നമ്മുടെ നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ അച്ചാറിന് എപ്പോഴും ഉപ്പ് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. എന്നാൽ കുറച്ച് കൂട്ടി തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ അത് ഇതിൽ പിടിച്ച് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിനാവുള്ളൂ. അപ്പം നമ്മളിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും കയ്പില്ലാത്ത ചെറുനാരങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, ഇൻഗ്രീഡിയൻസും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കണ്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ചേർക്കുന്നത്. ഒരു 4 ടീസ്പൂണാണ് ഞാനിപ്പോൾ ആദ്യം ചേർത്തിരിക്കുന്നത്. ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് കൂടാതെ നമുക്ക് എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കണം. ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എരിവ് നല്ലതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റേ ഹോട്ട് ചില്ലി പൗഡറില്ലേ, നമ്മുടെ സാധാരണ എരിവിന് ചേർക്കുന്ന, അത് ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1.5 ടീസ്പൂൺ നമുക്ക് എരിവുള്ള മുളക് പൊടി കൂടി ഇപ്പം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം ഗ്രേവി കൂടി വേണം അതിന് തണുപ്പിച്ച് വെള്ളം വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി നമ്മൾ അധികം ഇടണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഉലുവാപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടി. കായം പൊടിയായിട്ടുള്ള കായാണ്. ഇതൊരു 1/2 ടീസ്പൂണൊക്കെയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിനധികം ഗ്രേവി ഇല്ല, അതുകൊണ്ട് നമുക്കൊരു അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ്. ഇത്രയും മതിയാവും ഇതിൻ്റെ ഗ്രേവി. ഇനി ഇതിന് ഉപ്പൊക്കെ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കണം. ഉപ്പ് ഉണ്ട്. ഇപ്പോൾ ഇനിയും ഇതൊന്ന് ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ, ഈ നാരങ്ങയിലേക്ക് ഉപ്പൊന്ന് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അല്പം ഉപ്പ് കൂടി ചേർക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടിയും ചേർത്ത് കൊടുത്തേക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. ചെറുനാരങ്ങ അച്ചാർ ഒട്ടും കയ്പില്ല. ഞാൻ രുചിച്ച് നോക്കി. എരിവൊക്കെ നല്ല എരിവുണ്ട്, നല്ല ഉപ്പുമുണ്ട്. ഇനി ഇതൊരു 2 ദിവസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങയുടെ കഷ്ണത്തിലേക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കാനുണ്ട്. എന്നിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് നമുക്ക് ഒരല്പം എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, നേരത്തെ നമ്മൾ എണ്ണയിലാണ് വഴറ്റി ഇതെല്ലാം ഇട്ടത്.
എങ്കിൽ പോലും ഇനി കുറച്ച് എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ അച്ചാറിന് ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട്, ഒരു ചാറ് പോലെ ഉണ്ട്. അപ്പം ഇത്രയും നമ്മൾ ചെറിയ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ചേർത്തത്. കുറച്ചേ ചേർത്തുള്ളൂ, 1/4 കപ്പൊക്കെ ചേർത്തുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഉപയോഗിക്കാം. ഇനി നല്ലതുപോലെ ഉണങ്ങിയ ഭരണിയിലോ കുപ്പിയിലോ ഇട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ വച്ചിരിക്കാം. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം. ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത് കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് എളുപ്പമാണ്, വീട്ടിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ നാരങ്ങ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി, പിന്നെ ബാക്കിയുള്ളതെല്ലാം മിക്സ് ചെയ്ത് ചെയ്യാവുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം. താങ്ക് യു. ബൈ.